ഹായ് കുട്ടികളെ, നമ്മൾ ഗ്രാഫ് തിയറിയുടെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോവുകയാണ്. 4ാമത്തെ മൊഡ്യൂളിൽ 2 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 2 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടെക്സ് കളറിങ്ങും എഡ്ജ് കളറിങ്ങുമാണ്. വെർട്ടെക്സ് കളറിങ്ങും എഡ്ജ് കളറിങ്ങുമാണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. 2ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത് റംസി നമ്പേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ യഥാക്രമം 10ഉം 11ഉം ചാപ്റ്ററുകളുമാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ഈ മൊഡ്യൂൾ 4ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വെർട്ടെക്സ് കളറിംഗ് എന്ന് പറയുന്ന പോർഷനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ വലിയ ലെങ്ത് ഇല്ലാത്തൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വെർട്ടെക്സ് കളറിംഗ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷനുകളുമാണ് ഇന്നിവിടെ. ക്രൊമാറ്റിക് നമ്പർ എന്താണ്, ക്രൊമാറ്റിക് നമ്പർ എന്താണ്, വെർട്ടെക്സ് കളറിംഗ് എന്താണ്, ഡ്യുവൽ ഓഫ് എ ഗ്രാഫ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം വെർട്ടെക്സ് കളറിംഗ് എന്താണ്. അപ്പോൾ വെർട്ടെക്സ് കളറിംഗ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു മാപ്പിൻ്റെ ഡ്യുവൽ ഗ്രാഫ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡ്യുവൽ ഓഫ് ദ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈച്ച് മാപ്പ് ദർ ഈസ് അസോസിയേറ്റഡ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ദ ഡ്യുവൽ ഓഫ് ദ മാപ്പ്. അതായത് ഞാൻ ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ഗ്രാഫാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഒരു മാപ്പ് അവിടെ കിടക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒരു കൺട്രിയാണെന്ന് വിചാരിക്കുക. ആ കൺട്രിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് ABCD എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആരൊക്കെയായിട്ട് നൈബർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയും സിയും ഡിയും ആയിട്ട് നൈബർ ചെയ്യുന്നുണ്ട്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റിന് ആരൊക്കെയാണ് നൈബേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും സിയുമാണ്. അതായത് സി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ബിയും ഡിയും എയുമായിട്ട് നൈബർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ച് മാപ്പ് ദർ ഈസ് അസോസിയേറ്റഡ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ഡ്യുവൽ ഓഫ് ദ മാപ്പ്. അതായത് ഓരോ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടും അവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ ഓഫ് ദ മാപ്പ് എന്ന് പറയുന്നത്. ഹൂസ് വെർട്ടിസസ് ആർ regions of the map such that 2 vertices of G are adjacent if the corresponding regions are neighboring regions. അപ്പോൾ ഈ മാപ്പിലെ ഓരോ റീജിയണുകളും നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ഓരോ വെർട്ടിസസുകളായും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരയാവുന്ന വെർട്ടിസസുകളെല്ലാം ഞാൻ എഴുതിയിടാൻ പോവാണ്. ABCD എന്ന് പറഞ്ഞ ഓരോ വെർട്ടിസസുകളും ഞാനിവിടെ എഴുതിയിട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ അവർ തമ്മിലുള്ള നൈബറിംഗ് ആണ് ഞാൻ എന്തായിട്ട് എടുക്കുക, എഡ്ജായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്ക് ബിയുമായിട്ട് എന്തുണ്ടാവും, ഒരു എഡ്ജ് ഉണ്ടാവും. കാരണം എന്താണ്, എയും ബിയും നൈബേഴ്സാണ്. അതുപോലെ എക്ക് സിയുമായിട്ട് എന്തുണ്ടാകും, ഒരു എഡ്ജ് ഉണ്ടാകും. കാരണം എയും സിയും എന്താണ് ഇവിടെ നൈബറുകളാണ്. നോക്കുക. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഈ റീജിയൻ്റെ അകത്ത് ഡി എന്ന് പറയുന്ന റീജിയനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൈബർ ആകുന്നുണ്ട്. അതായത് അയൽക്കാരനാണ് അല്ലേ. അപ്പോൾ എയും ഡിയും തമ്മിലും എന്തുണ്ട്, ഒരു എഡ്ജ് ഉണ്ട്. സ്വാഭാവികമായിട്ട് എക്ക് 3 ആൾക്കാരുമായിട്ട് ഞാൻ വരച്ചു. ഇനി അടുത്തത് നമ്മൾക്ക് ബിനെ കൺസിഡർ ചെയ്യാം. ബിക്ക് ആരൊക്കെ തമ്മിലായിട്ടാണ്, ബി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ റീജിയൻ ആരൊക്കെ തമ്മിലായിട്ടാണ് നൈബർ ചെയ്യുന്നത് നോക്കിയാൽ, അല്ലെങ്കിൽ അയൽവക്കക്കാരനായിട്ടുണ്ട് എന്ന് നോക്കിയാൽ ബി സിയുമായിട്ടും എയുമായിട്ടും ഉണ്ട് അല്ലേ. ഈ ബി എന്ന് പറയുന്ന ഈ ഫുൾ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ആരൊക്കെ ആയിട്ടുണ്ട്, സിയുമായിട്ടും ഉണ്ട് എയുമായിട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ബിക്ക് എയുമായിട്ട് ഓൾറെഡി വരച്ചു, അതുകൊണ്ട് ഇനി വരക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബിക്ക് എന്തുമായിട്ടുണ്ട്, സിയുമായിട്ടുണ്ട്. ഞാൻ അത് അവിടെ പ്ലോട്ട് ചെയ്തു. അപ്പോൾ അത് ബിയുടെ 2 എണ്ണമായി. അടുത്ത ഞാൻ സി എടുത്തു കഴിഞ്ഞാൽ സിക്ക് ബിയുമായിട്ടും ഉണ്ട്, ഡിയുമായിട്ടും ഉണ്ട്, എയുമായിട്ടും ഉണ്ട്. ഇതാ സിയും ഡിയും കൂടെ ഉള്ളത് ഞാൻ വരച്ചു. ഇനി അടുത്ത ഡി എടുത്തു കഴിഞ്ഞാൽ ഡിക്ക് സിയും ഉണ്ട്, എയും ഉണ്ട്, ഡിക്ക് സിയും ഉണ്ട്, എയും ഉണ്ട്, ഓൾറെഡി വരച്ചു. അപ്പോൾ ഈ ഒരു മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ഗ്രാഫാണ് ഇവിടെ ഞാൻ വരച്ചു വെച്ചത്. അപ്പോൾ ഈ മാപ്പിൻ്റെ ഡ്യുവൽ എന്നാണ് ഈ ഗ്രാഫിനെ വിളിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അതായത് ഈ 10ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് 3 സെക്ഷനുകളാണ്. 10.1, 10.2, 10.3. ഇതാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. 10.1 എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ കളറിങ്ങിനെ കുറിച്ചുള്ള ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കുക. അതുകൊണ്ട് അതിനകത്തൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. അപ്പോൾ 10.2 എന്ന് പറയുന്ന സെക്ഷനകത്താണ് നമ്മൾ വിശദമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്, മാപ്പ് എന്താണ്, ഡ്യുവൽ എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഡ്യുവൽ വരക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇവിടെ ഒരു വലിയ പടം അവർ തന്നിട്ടുണ്ട്. ഇതാ ബി എന്ന് പറയുന്ന റീജിയന് ആരൊക്കെയായിട്ട് ഇവിടെ കണക്ഷൻ ഉണ്ട്. ആർ എന്ന് പറയുന്ന റീജിയനുമായിട്ടുണ്ട്, വൈ എന്ന് പറയുന്ന റീജിയനുമായിട്ടുണ്ട്, ഇതാ ജി എന്ന് പറയുന്ന റീജിയനുമായിട്ടുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന ആ റീജിയനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെർട്ടെക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ആറ്, വൈ, ജി ആയിട്ട് അവരെന്ത് വരച്ചിരിക്കുന്നു, എഡ്ജ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എഡ്ജ് ഇങ്ങനെ ഒരു ഇതാണ് ഇതിൻ്റെ ഡ്യുവൽ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഡ്യുവൽ എന്താണെന്ന് പിള്ളേരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എന്താണ് ഡെഫിനിഷനിലേക്ക് പോകാം. എ ഗ്രാഫ് ജി ഈസ് planar if G can be drawn in the plane so that no two of its edges cross each other. അപ്പോൾ എന്താണ് അടുത്ത ഒരു കുഴപ്പം പിടിച്ച സാധനമാണ് ഇത്. ഞാൻ ഓൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പ്ലാനാർ ഗ്രാഫ് എന്നാണ്. എന്താണ് ഒരു ഗ്രാഫ്, എപ്പോഴാണ് അല്ലെ ഒരു ഗ്രാഫ് പ്ലാനാർ എന്ന് വിളിക്കുന്നത്? ഗ്രാഫ് ജി ഈസ് എ പ്ലാനാർ ഇഫ് ജി ക്യാൻ ബി ഡ്രോൺ ഇൻ ദ പ്ലെയിൻ സോ ദാറ്റ് നോ ടു ഓഫ് ഇറ്റ്സ് എഡ്ജസ് ക്രോസ് ഈച്ച് അതർ. അപ്പോൾ ഈ ഗ്രാഫിനെ പ്ലാനാർ ഗ്രാഫ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിനെ ഈ എഴുതിയിരിക്കുന്ന ജി എന്ന് പറയുന്ന ഗ്രാഫിനെ പ്ലാനാർ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിനിൽ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുക ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഗ്രാഫ് വരയ്ക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ ഇവിടെ വരച്ചു, എന്നിട്ട് ഇവിടുന്ന് ഒക്കെ എഡ്ജ് വരച്ചു. ഇങ്ങനെ എഡ്ജ് വരയ്ക്കുന്ന സമയത്ത് അടുത്ത എഡ്ജ് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഡ്ജിൻ്റെ മേളിൽ കൂടെ ഈ എഡ്ജ് വന്നു. അങ്ങനെ വരാൻ പാടില്ല. ഒരിക്കലും രണ്ട് എഡ്ജുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു ഗ്രാഫിനെ പ്ലാനാർ ഗ്രാഫ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല മറ്റൊരു എഡ്ജിനെ. അപ്പോൾ ഇവിടുന്ന് ഈ എഡ്ജിനെ എനിക്ക് വേറെ ഏത് രീതിയിൽ ക്രോസ് ചെയ്യാതെ ഇങ്ങനെ വേണം കറക്കി വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് വന്നില്ല, ക്രോസ് വന്നില്ല. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രാഫ് ജി ഈസ് എ പ്ലാനാർ ഇഫ് ജി ക്യാൻ ബി ഡ്രോൺ ഇൻ ദ പ്ലെയിൻ സോ ദാറ്റ് നോ ടു ഓഫ് ഇറ്റ്സ് എഡ്ജസ് ക്രോസ് ഈച്ച് അതർ. അവർ തമ്മിൽ എന്ത് വരുന്നില്ല, ക്രോസ് വരാത്ത രീതിയിൽ എനിക്കൊരു പ്ലെയിനിലേക്ക് ആ ഗ്രാഫിനെ മാറ്റി വരയ്ക്കാൻ സാധിച്ചാൽ ആ ഗ്രാഫിനെ എനിക്ക് എന്ത് പേര് വിളിക്കാം? പ്ലാനാർ ഗ്രാഫ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എഡ്ജ് ക്രോസിംഗ് ഇല്ലാതെ വരയ്ക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്. അപ്പോൾ ഒരു ഗ്രാഫ് അങ്ങനെ എഡ്ജ് ക്രോസിംഗ് ഇല്ലാതെ വരയ്ക്കാൻ സാധിച്ചില്ലെങ്കിലോ ആ ഗ്രാഫ് എന്താകത്തില്ല, പ്ലാനാർ ആകത്തില്ല. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് എന്ത് പേരിൽ വിളിക്കും? നോൺ പ്ലാനാർ ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് എന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1, 2, 3, 4, 5 കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് ഓർഡർ 5. അതായത് 5 വെർട്ടെക്സ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗ്രാഫിൻ്റെ ഏകദേശം ഈ ഗ്രാഫ് K5 ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ K5ൻ്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് പ്ലാനാർ ആണോ നോൺ പ്ലാനാർ ആണോ? അപ്പം ഞാനിവിടെ മാക്സിമം എഡ്ജുകളൊക്കെ വരച്ചു. ഇനി ഇവിടുന്ന് എത്ര എഡ്ജുകളാണ് വരയ്ക്കാനുള്ളത്? 1 ഈ ഒരു എഡ്ജ് വരയ്ക്കാനുണ്ട്, പിന്നെ ഇവിടെ നിന്നുള്ള 2 എഡ്ജുകളും കൂടെ വരയ്ക്കാനുണ്ട്. അതായത് മൊത്തം 3 എഡ്ജുകളാണ് ഇനി ഈ ഗ്രാഫിൻ്റെ അകത്തൊന്ന് വരയ്ക്കാനുള്ളത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൂട്ടിമുട്ടാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കൂട്ടിമുട്ടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്തു, കറക്കി വിട്ടു. ഇങ്ങനെ കറക്കി ഇങ്ങോട്ട് വിട്ടു. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക പിള്ളേരെ. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു എഡ്ജില്ലേ, ആ എഡ്ജും ഇതുപോലെ കൂട്ടിമുട്ടാത്ത രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്കി എനിക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇവിടെ എത്തി. അപ്പോൾ ഇനി ഏത് എഡ്ജാണ് വരയ്ക്കാനുള്ളത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു എഡ്ജ് വരാനുണ്ട് അല്ലേ. അപ്പം ഞാൻ അതിനെ ഇവിടെ ഇതിൻ്റെ അകത്ത് എങ്ങും മുട്ടിക്കാത്ത രീതിയിൽ വരയ്ക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? എങ്ങനെയൊക്കെ കിടന്ന് കളിച്ചാലും ഈ ഏതെങ്കിലും ഒരു എഡ്ജിനെ ക്രോസ് ചെയ്യാതെ ഇത് എന്തെത്തത്തില്ല, ഇതിൻ്റെ അകത്തേക്ക് വരാൻ പറ്റത്തില്ല. അതായത് ഈ ഗ്രാഫിനെ ഒരു പ്ലെയിന് വരയ്ക്കുന്ന സമയത്ത് എഡ്ജ് ക്രോസിങ് ഇല്ലാതെ വരയ്ക്കാൻ സാധിക്കില്ല. അതായത് എവിടെയെങ്കിലും വെച്ച് എഡ്ജ് എന്ത് ചെയ്തേ പറ്റൂ, ക്രോസ് ചെയ്തേ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പല രീതികളിലും ഇരുന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല,
പ്ലാനാർ ഗ്രാഫ് അല്ല. അപ്പോൾ ഒരു ഗ്രാഫ് എപ്പോഴാണ് പ്ലാനാർ ആവുന്നത് അല്ലെ പ്ലാനാർ ആവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു പിള്ളേരെ? ഞാൻ ഡ്യുവൽ എന്താണ്, പ്ലാനാർ ഗ്രാഫ് എന്താണെന്ന് പഠിപ്പിച്ചു. 2 കാര്യങ്ങൾ പറഞ്ഞു തീർത്തേ. ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കളറിങ് എന്താണെന്ന് പഠിപ്പിക്കാൻ പോവാം. അപ്പോൾ കളറിങ് എന്താന്ന് നോക്കാം. കളറിങ് ഓഫ് ദ റീജിയൻ ഓഫ് എ മാപ്പ് സജസ്റ്റ് കളറിങ് ദി വെർട്ടിസസ് ഓഫ് ഇറ്റ്സ് ഡ്യുവൽ. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും കൂടെ പറഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് പോകാമേ. ദ ഡ്യുവൽ ഓഫ് എവരി മാപ്പ് ഈസ് എ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ്. അതായത് ഒരു മാപ്പിന്റെ ഡ്യുവൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഒരു കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. അതായത് ഏതൊരു മാപ്പ് എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ്, അതിനെ വിളിക്കുന്ന പേരെന്താണ്? സിംപ്ലി ഡ്യുവൽ. ഡ്യുവൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. അതേപോലെ ഇതിന്റെ പ്രൂഫൊന്നുമില്ല, ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വെക്കുക. കോൺവേഴ്സ്ലി എവരി കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് ഈസ് ദ ഡ്യുവൽ ഓഫ് സം മാപ്പ്. അതുപോലെ തന്നെ തിരിച്ചും എവരി കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ്, ഏതൊരു കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അത് ആരുടെയോ ഒരു മാപ്പ് ആയിരിക്കും, ഡ്യുവൽ ഓഫ് സം മാപ്പ് ആയിരിക്കും. അതായത് ഏതോ ഒരു മാപ്പിന്റെ ഡ്യുവൽ ആയിരിക്കും അത്. അതായത് ഏതൊരു കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അത് എന്ന് പറയുന്നത് ഏതോ ഒരു മാപ്പിന്റെ ഡ്യുവൽ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഡ്യുവൽ എടുക്കുകയാണ്, ഡ്യുവൽ ഓഫ് എവരി മാപ്പ് ഈസ് എ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ്. അതായത് നമ്മളൊരു മാപ്പ് എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡ്യുവൽ ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഡ്യുവൽ ഗ്രാഫ് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്. അതുപോലെ ഏതൊരു പ്ലാനാർ ഗ്രാഫ് എടുത്താലും അത് ഏതെങ്കിലും ഒരു മാപ്പിന്റെ ഡ്യുവൽ ആയിരിക്കും. അതവിടെ കിടന്നുണ്ടാകും, നമുക്ക് വലിയ കാര്യമൊന്നുമില്ലപ്പാ. നമ്മൾ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇനി എന്താണ് കളറിങ് എന്ന് പറയുന്നത്? അപ്പോൾ കളറിങ് ദ റീജിയൻസ് ഓഫ് എ മാപ്പ് സജസ്റ്റ് കളറിങ് ദി വെർട്ടിസസ് ഓഫ് ഇറ്റ്സ് ഡ്യുവൽ. അതായത് ഒരു മാപ്പ് എടുക്കുകയാണ്. മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരച്ചു വെച്ച പോലെ അവിടുത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ്റെ ഇങ്ങനെ വരച്ചു വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു റീജിയനൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ ഓരോ ഇത് ABCD ഇതിന് കളർ ചെയ്യുക. ഓരോ റീജിയനും കളർ ചെയ്യുക എന്ന് പറയുന്നത് ഇനി ഈക്വലൻ്റ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡ്യുവൽ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ വെർട്ടിസസിന് കളർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരു മാപ്പിന്, ശ്രദ്ധിക്കുക നിങ്ങൾ, ഒരു മാപ്പിൻ്റെ അകത്ത് റീജിയനുകൾക്ക് കളർ ചെയ്യുക എന്ന് പറയുന്നതും അതിൻ്റെ ഡ്യുവൽ ഗ്രാഫിൻ്റെ വെർട്ടിസസുകൾക്ക് കളർ ചെയ്യുക എന്ന് പറയുന്നതും എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് കളർ ചെയ്യുന്നത്? ബൈ എ പ്രോപ്പർ കളറിങ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് കളറിങ്. പ്രോപ്പർ കളറിങ് അഥവാ കളറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫ് എ ഗ്രാഫ് G വി മീൻ ആൻ അസൈൻമെന്റ് ഓഫ് കളേഴ്സ് ടു ദ വെർട്ടിസസ് ഓഫ് G one color to each vertex such that adjacent vertices are colored differently. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കളർ ഞാൻ കൊടുക്കുകയാണ് എങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസിന് ആ കളർ കൊടുക്കാൻ പാടില്ല, ഡിഫറൻ്റ് ആയിട്ടൊരു കളർ കൊടുക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒരു ഡ്യുവൽ ഗ്രാഫിൻ്റെ ഒരു വെർട്ടിസസിന് ഒരു പച്ച കളർ ഞാൻ ഇവിടെ കൊടുത്തുവെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസിന് പച്ച കളർ കൊടുക്കരുത്, പകരം വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ ഒരു ഡ്യുവൽ ഗ്രാഫിന് വെർട്ടെക്സുകൾക്ക് കളർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു വെർട്ടെക്സിന് ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടെക്സിന് ആ കളർ കൊടുക്കരുത്, വേറെ ഡിഫറൻ്റ് ആയിട്ടൊരു കളർ കൊടുക്കുക. അപ്പോൾ coloring the region of a map by a proper coloring of a graph G we mean an assignment of colors to the vertices of G, one color to each vertex such that adjacent vertices are colored differently. The smallest number of colors in any coloring of a graph G is called the chromatic number of G and is denoted by chi of G. ഇവിടെ അത് വന്നിട്ടില്ല, അതായത് chi of G എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കേട്ട്, ഇപ്പോൾ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ട് അതിൻ്റെ നൊട്ടേഷൻ chi of G എന്നും കേട്ട് പിന്നെ പ്രോപ്പർ കളറിങ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ ഗ്രാഫിന് കളർ ചെയ്യാൻ പോകാം കേട്ടോ. ഈ ഗ്രാഫിന് ഞാൻ ഇവിടെ ചുവപ്പ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസ് അല്ലേ. അപ്പോൾ അഡ്ജസൻറ്റ് വെർട്ടിസസിന് പിന്നെയും കയറി ചുവപ്പ് കൊടുക്കാൻ പാടില്ല, ഞാൻ അവിടെ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? നീല കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ നീല കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നീല കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയി. ഇവിടെ ചുവപ്പ് കൊടുക്കാൻ പറ്റുമോ? ചുവപ്പ് കൊടുത്താൽ അത് ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയി. അപ്പോൾ ഇതിന് രണ്ടും കൊടുക്കാൻ പറ്റില്ല, മൂന്നാമത് വേറെ ഒരു കളർ ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടെ വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുത്തു.
മൂന്നാമത് മഞ്ഞ കൊടുത്തു. അപ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തു. അപ്പോൾ 3 കളർ ഉപയോഗിച്ച് ഇതിനകത്ത് കളർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഗ്രാഫ് ഞാൻ ആദ്യം ഇവിടെ ചോപ്പ് ഉപയോഗിച്ച് കളർ ചെയ്തു, ഞാനിവിടെ മഞ്ഞ ഉപയോഗിച്ച് കളർ ചെയ്തു, ഓക്കെ. എന്നിട്ട് ഇവിടെ ഞാൻ നീല ഉപയോഗിച്ച് കളർ ചെയ്തു, ഇവിടെ പച്ച ഉപയോഗിച്ച് കളർ ചെയ്തു. 4 ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ച്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകൾക്കൊന്നും എന്ത് വരുന്നില്ല, എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തു. അപ്പോൾ മാക്സിമം എത്ര കളർ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, 4 കളറുകൾ യൂസ് ചെയ്ത് ഈ അത്തപ്പൂക്കൾ ഇട്ട് വെച്ചു ഇവിടെ. അപ്പോൾ ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, അങ്ങനെ 4 കളേഴ്സ് ഉപയോഗിച്ചു. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, അഡ്ജസൻറ്റ് വെർട്ടിസസുകൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും ഇപ്പോൾ ആ പറഞ്ഞ ആ കാര്യം 4 കളർ ഇല്ലാതെ ഇച്ചിരി കൂടെ കുറച്ച് കളർ ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചുവപ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ അടുത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണ്, നീല കൊടുത്തു. അപ്പോൾ നീല ഈ വെർട്ടെക്സിന് ഞാൻ എന്ത് കൊടുക്കാൻ പോവാ, ചുവപ്പ് കൊടുക്കാൻ പോവാ കേട്ടോ. കാരണം എന്താ, ഈ ഒരു വെർട്ടെക്സിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ്, ഇത് എന്ത് കൊടുക്കാൻ പാടില്ല, നീല കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ ഇവിടെ നീല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസിന് എന്ത് കൊടുക്കാൻ പാടില്ല, നീല കൊടുക്കാൻ പാടില്ല. പക്ഷേ ചുവപ്പ് കൊടുക്കാം, ചുവപ്പ് ഇതുമായിട്ടൊരു അഡ്ജസൻസ് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് മാറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക, സപ്പോസ് ഇവിടെ നീല കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കളറിങ്. അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു വെർട്ടെക്സ് V1 എടുക്കുകയാണെങ്കിൽ V1ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടെക്സസുകൾ എന്ന് പറയുന്നത് എന്താണ്, V2ഉം V3യുമാണ്. V2ഉം V3യുമാണ്. അപ്പോൾ V2നും V3ക്കും എന്ത് വരുന്നില്ല, B1ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകളായ V2നും V3ക്കും എന്തായി, ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നത്. അതായത് V1ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകളാണ് V2ഉം V3യും. V2നും V3ക്കും എന്താവാൻ പാടില്ല, ചോപ്പാവാൻ പാടില്ല, വേറെ എന്ത് വേണോ ആവാം. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കൊടുത്തു. V2 എടുക്കുന്നു. V2ൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകൾ ഏതൊക്കെയാണ്, V1ഉം V4ഉമാണ്. V1നും V4നും എന്ത് വരാൻ പാടില്ല, നീല വരാൻ പാടില്ല, വേറെ എന്ത് കളർ വേണോ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ചുവപ്പ് കൊടുത്തു. അവിടെ ഇപ്പോൾ പ്രശ്നമില്ല, ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് V4 എടുക്കുന്നു. V4 എന്ന് പറയുന്ന വെർട്ടിസസിൻ്റെ ഇവിടുത്തെ നിറം എന്താണ്, ചുവപ്പാണ്. അപ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകൾ ആരാ, V3യും V2ആണ്. അതിന് രണ്ടിനും എന്ത് വരാൻ പാടില്ല, ചുവപ്പ് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാൻ ആദ്യം 4 കളർ കൊണ്ട് ഇതിനെ മൊത്തത്തിൽ അവർ പറഞ്ഞ കാര്യം സാധിച്ചു. അല്ലെങ്കിൽ എനിക്ക് 3 കളർ കൊണ്ട് സാധിക്കാം, 2 കളറും ഇവർ പറഞ്ഞ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ അപ്പോൾ ദ സ്മാളസ്റ്റ് നമ്പർ ഓഫ് കളേഴ്സ് ഇൻ എ കളറിംഗ് ഓഫ് എ ഗ്രാഫ് G ഈസ് കോൾഡ് ക്രോമാറ്റിക് നമ്പർ. കളറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രോപ്പർ കളറിംഗ് അഥവാ കളറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ് ഓഫ് കളേഴ്സ് ടു ദ വെർട്ടിസസ് ഓഫ് G, 1 color to each vertex such that adjacent vertices are colored differently. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടിസസുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളർ ചെയ്യാൻ വേണ്ടി വരുന്ന മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെ വിളിക്കുന്ന, ആ മിനിമം നമ്പർ ഓഫ് കളേഴ്സിൻ്റെ ആ എണ്ണത്തിനെ വിളിക്കുന്ന നമ്പർ, അത് ആ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത്, ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമാറ്റിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗ്രീക്ക് ലെറ്ററായ കൈ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ കൈ എന്ന് പറയുന്ന, കൈ ഓഫ് G എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു ഗ്രാഫിൻ്റെ ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിൾ വരച്ച് വെച്ചിരിക്കുന്ന ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ മാക്സിമം എത്ര വന്നേ പറ്റൂ, ഇവിടെ 3. ഇവിടെ ചോപ്പ് കൊടുത്ത്, ഇവിടെ നീല കൊടുത്ത്, ഇവിടെ ചോപ്പ് കൊടുത്ത് അഡ്ജസൻസി വരും. അപ്പോൾ ഇവിടെ മാക്സിമം എത്ര വേണം, 3 വേണം. ഇവിടെ മാക്സിമം എത്ര മതി, മിനിമം നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 2 മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സംഭവം കത്തിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചുമ്മാ കുറച്ച് സിമ്പിൾ ഡെഫിനിഷൻസ് ആണ്. ജസ്റ്റ് അത് വലിയ കാര്യമൊന്നുമില്ലപ്പാ, ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു കളർ ദ വെർട്ടിസസ് ഓഫ് G ഫ്രം എ സെറ്റ് ഓഫ് K കളേഴ്സ് ദെൻ G ഈസ് സെഡ് ടു ബി K കളറബിൾ. അതായത് ഒരു ഗ്രാഫിന് കളർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 10 കളർ ഉണ്ടെങ്കിൽ, 10 എണ്ണം എടുത്ത് യൂസ് ചെയ്യണമെന്നില്ല, 10 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, K കളറബിൾ. ആ ഗ്രാഫ് വേണമെങ്കിൽ എന്താ 10 കളറുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 കളർ അവിടെ അവൈലബിൾ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് K കളറബിൾ. എ കളറിംഗ് ദാറ്റ് യൂസസ് K കളേഴ്സ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ അകത്ത്, അതായത് K കളറബിൾ എന്ന് പറയുമ്പോൾ 10 കളർ ഉണ്ട്, 10 എടുത്ത് ഉപയോഗിക്കണമെന്നില്ല, 10 എണ്ണം അവിടെ മൊത്തം ടോട്ടലി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് അതിനെ ആ ഗ്രാഫിന് K കളറബിൾ എന്ന് പറയുന്നത്. ഇനി ആ ഗ്രാഫ് കളർ ചെയ്യാൻ വേണ്ടി 10 നിറവും ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു 5 നിറം ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ആ ഗ്രാഫിന് നമുക്ക് എന്ത് പറയാം, K കളറിംഗ് എന്ന് പറയാം. അതായത് അത്രയും കളർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ 2 ടേംസ് ആണ്, ഇതൊന്നും വലിയ ആവശ്യമില്ലപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക. ഇഫ് കൈ ഓഫ് J ഈക്വൽ ടു K, ഒരു ഗ്രാഫിൻ്റെ കൈ ഓഫ് G K ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം, K ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ഗ്രാഫ് K കളറിംഗ് ആണ്. K കളറിംഗ് ആണ്. അതിൻ്റെ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ആർ നീഡഡ് ടു കളർ ദാറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എത്രയാണ്,
കെ ആണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ കെ കളറബിളും കെ കളറിങ്ങും ക്രോമാറ്റിക് നമ്പറും എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് പ്രൂഫ് ഇല്ലാത്ത ഒരു തിയറം കൂടെ പറയുകയാണ്. ദ ക്രോമാറ്റിക് നമ്പർ ഓഫ് എവരി പ്ലാനാർ ഗ്രാഫ് ഈസ് അറ്റ്മോസ്റ്റ് 4. അതായത് ഒരു പ്ലാനാർ ഗ്രാഫ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്ലാനാർ ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് മാക്സിമം എത്ര വരെ പോകൂ? 4 വരെ പോകും. ആ ഗ്രാഫ് കളർ ചെയ്യാൻ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ, ആ ഗ്രാഫ് പ്ലാനാർ ആണെങ്കിൽ മാക്സിമം പോയാൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എത്ര നിറങ്ങൾ വരെ മതി? 4 വരെ മതി. 4 കൂടേണ്ട ആവശ്യമില്ല. അതായത് ഒരു ക്രോമാറ്റിക് നമ്പർ ഓഫ് എവരി പ്ലാനാർ ഗ്രാഫ് ഈസ് അറ്റ്മോസ്റ്റ് 4. അതായത് ഒരു പ്ലാനാർ ഗ്രാഫ് നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അത് കളർ ചെയ്യാൻ നമുക്ക് ആകെ ചിലവാകുന്ന അല്ലെ മാക്സിമം വേണ്ടി വരുന്ന നിറം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇഫ് എ ഗ്രാഫ് ജി കണ്ടെയ്ൻസ് 1 എഡ്ജ് only, then 2 കളേഴ്സ് ആർ നീഡഡ് ടു കളർ ദാറ്റ് ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിൻ്റെ അകത്ത് ഒരു എഡ്ജേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് പച്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പച്ച കൊടുക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ഒരു നിറം മാറ്റി കൊടുക്കാനേ പറ്റും, മഞ്ഞ കൊടുക്കാനേ പറ്റും, അല്ലെങ്കിൽ ചുവപ്പ് കൊടുക്കാനേ പറ്റും. അപ്പോൾ എത്ര കളർ അവിടെ വേണം? 2 എണ്ണം അവിടെ വേണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ 1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്താണ്? 1 ആണെന്ന് പറഞ്ഞാൽ അവിടെ എത്ര കളറേ യൂസ് ചെയ്തിട്ടുള്ളൂ? ഒറ്റ കളറേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കും. ഒറ്റ കളറേ അവിടെ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന വെർട്ടിസസുകളെല്ലാം എന്തായേ പറ്റൂ? ഐസൊലേറ്റഡ് ആയേ പറ്റൂ. അതിൻ്റെ അകത്ത് വരുന്ന വെർട്ടെക്സുകളെല്ലാം എന്തായി പറ്റും? ഐസൊലേറ്റഡ് ആയേ പറ്റും. അതാണ് അവർ കെൻ്റെ കോംപ്ലിമെൻറ്റ് KN ബാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ K2 കൊടുക്കുകയാണെങ്കിൽ K2 ഇങ്ങനെ ആയിരിക്കുന്നത്. ഇപ്പോൾ K2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് ആകെയുള്ള ഒരു എഡ്ജ് റിമൂവ് ചെയ്യുക. അപ്പോൾ മിച്ചം വരുന്ന സാധനത്തിനാണ് K2 ബാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്, G ഐസോമോർഫിക് ടു CN. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈവൻ, അതായത് നേരത്തെ നമ്മൾ കാണിച്ചു തന്നെ CN എന്ന് പറയുന്ന സാധനം എന്താ? സൈക്കിൾ ഓഫ് ലെങ്ത് N. ഇപ്പം എന്താണ് C4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, C3 എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. അതായത് N ലെങ്ത് ഉള്ള ക്ലോസ്ഡ് സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് CN എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ ആണ് CN എന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഈ CN എന്ന് പറയുന്ന ഓഡ് ആണെങ്കിൽ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇതിപ്പം C3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. C4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. C5 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3 കളർ വേണം മൊത്തം കളർ ചെയ്യാനായിട്ട്. അതുപോലെ C6 എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട കളറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. C7 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. C8 എടുത്തു കഴിഞ്ഞാൽ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതാണ് അവർ ഇവിടെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എന്താണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡ്യുവൽ എന്താണെന്ന് പഠിച്ചു, ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് പഠിച്ചു, പ്ലാനാർ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു, K കളർ എന്താണെന്ന് പഠിച്ചു, K കളറിങ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഇത്രയും ഡെഫിനിഷനാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി ഡെഫിനിഷനും തിയറങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ, താങ്ക് യു.